ശരത് സർ, യെസ് ഷാനിക്ക എന്തോ ചേച്ചി, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണതിന് മുന്നേ നമുക്കൊരു വെരി 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. തന്റെ പരിമിതികളെ സംഗീതം കൊണ്ട് കീഴടക്കിയ ഒരു പ്രതിഭ. കേരള യൂണിവേഴ്സിറ്റിയിൽ കർണാട്ടിക് മ്യൂസിക് റാങ്ക് ഹോൾഡർ ആണ്. അത് മാത്രമല്ല, പാർലമെന്റിലും രാഷ്ട്രപതി ഭവനിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ അകത്തും പുറത്തുമായിട്ട് 500-ലധികം വേദികളിലാണ് ആള് കച്ചേരി നടത്തിയിട്ടുള്ളത്. നന്നായിട്ട് പടം വരയ്ക്കും, പാട്ട് പാടും. ഓവറോൾ എക്സലൻസിന് നാഷണൽ അവാർഡ് വരെ കിട്ടി. നമുക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ടൈമിൽ ആള് ഭയങ്കര സ്റ്റാർ ആയിരുന്നു. കൺമണി, മുത്തുമണി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം കൺമണി. ഹലോ, ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. ഞാൻ ഇങ്ങനെ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാം, പറഞ്ഞിട്ടും തീരുന്നില്ല. ശരത് സർ, കൺമണി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് കൺമണി. കുറേ സന്തോഷം കണ്ടതില്. താങ്ക് യു സർ. ഇപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ, ആദ്യം അതങ്ങ് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ് സർവകലാ വല്ലഭയാണെന്നാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരത് സാറിനെ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ സാറിന് എന്നെ ഓർമ്മ കാണില്ല. സാറിന് നമുക്ക് ഓർമ്മിപ്പിക്കാം സാറിനെ. ഓർമ്മ വരുമല്ലോ. ഇല്ല, ഞാൻ തീരെ ചെറുതായിരുന്നപ്പോഴായിരുന്നു സാറിന്റെ ഒരു കൺസേർട്ട് ഞാൻ കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചെട്ടുളങ്ങര അമ്പലത്തില്. അങ്ങനെ കുറെ വർഷമായി. അപ്പൊ അന്ന് ഞാൻ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടുപേരെ ഇന്നാണ് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൺമണിയുടെ പെർഫോമൻസിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. താങ്ക് യു. എത്ര നാളായി കൺമണി പാട്ട് പഠിക്കുന്നത്? എൻ്റെ ഒരു LKG UKG തൊട്ട് ഞാൻ ബേസിക്സ് പഠിച്ചു. എന്നാലും കുറേ വർഷം കർണാട്ടിക്കിലോട്ട് കൂടുതൽ ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ചു. പിന്നെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് ഡിഗ്രി എടുക്കണം എന്നൊരാഗ്രഹം. ചെറുതിലേ തൊട്ടേ എനിക്ക് മ്യൂസിക് ആൻഡ് ഡ്രോയിങ് ആയിരുന്നു എൻ്റെ പാഷൻ. അപ്പോൾ അത് മ്യൂസിക് ഒരു കരിയർ ആക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മ്യൂസിക് കോളേജിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഡിഗ്രി എടുത്തപ്പോൾ ഓൾറെഡി എനിക്ക് PG ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ PGക്ക് പഠിച്ചു. ഇപ്പോൾ PhD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. പഠിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നീ കേട്ട് പഠിക്കും. ഇതെപ്പ തീരും? അല്ല കൺമണി, പടം വരയ്ക്കുന്നതൊക്കെ ആ ചെറുതിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? അത് ഞാൻ ആദ്യമേ കാല് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഈ ചെറുതിലെ ടീച്ചേഴ്സാണ് എന്റെ കാലിൽ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാനുള്ള ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് എഴുതാൻ തുടങ്ങി. അപ്പൊ നോർമലി കുട്ടികളുടെയൊക്കെ ബുക്കിൽ തത്തയും പൂച്ചയൊക്കെ ഉണ്ടല്ലോ, അത് വരച്ച് നന്നായിട്ട് വരയ്ക്കാൻ പറ്റി. അപ്പൊ പിന്നെ ഡ്രോയിങ്ങിലൂടെ എന്തുകൊണ്ട് പറ്റില്ല എന്ന് തോന്നിയാണ് ഡ്രോയിങ്സ് വരയ്ക്കാൻ തുടങ്ങിയത്. പിന്നെ ഓരോ മീഡിയംസ്, അക്രിലിക്, വാട്ടർ കളർ, ചുമർ ചിത്രം, അങ്ങനെയൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങി. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. വെരി ഇൻസ്പയറിംഗ്. അപ്പൊ കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. ഇനി ഞങ്ങൾക്ക് ആ പാട്ട് കേൾക്കണം. പാടാലോ? ഓക്കെ, റെഡിയാണ്. അതെ, റെഡിയാണ്. ശരത് സർ, ഷാനിക്ക ചേച്ചി, നമുക്ക് കേൾക്കാം കൺമണിയുടെ പാട്ട്. എല്ലാവരും റെഡി, ഹാപ്പി ആയിട്ടിരിക്കാം കേൾക്കാൻ. पनिमति मुखी बाले, पनिमति मुखी बाले, पद्मनाभनिल पनिमति मुखी बाले,
മനസി ദുസഹമയോ മദന കദനമിന്ദു മതിരാക്ഷിയ ചെയ്യവോ ലോകവാസികൾക്കെല്ലാം ശോഭനീയമാമെന്തു ലോകവാസികൾക്കെല്ലാം ശോഭനീയനാമെന്തു ശോകമേനിക്കു മാത്രം സുമുഖി തരുന്നതിന്തു ഏകാന്തത്തിൽ എന്നോട് സകം ചെയ്ത ലീലകൾ ഏകാന്തത്തിൽ എന്നോട് സകം ചെയ്ത ലീലകൾ ആകവേ മമകാന്തൻ അശുഭദമരന്നു പനിമതി മുഖി ബാലേ പത്മനാഭനിൽ കനിവിൽ നഗയാൽ കാമൻ പരമേയുൻ ആ, ഓ ആ. സൂപ്പർ സൂപ്പർ അടിപൊളി. സൂപ്പർ. താങ്ക് യു സോ വെറുതെ ആണോ റാങ്ക് ഹോൾഡർ ഒക്കെ ആയത്? അതെ അത് നമ്മൾ ചോദിക്കണം ചോദിച്ചാൽ നാഷണൽ അവാർഡ് കിട്ടിയല്ലോ. അത് എന്തിനായിരുന്നു? അത് ഞാൻ ചെയ്യുന്ന എല്ലാം കൂടെ വെച്ചിട്ടാണ് അതായത് പടം വരയ്ക്കും, ആ. പിന്നെ കേസ് ചെറുതായിട്ട് വായിക്കും, അങ്ങനെ വായിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കും. പിന്നെ പാടും, പിന്നെ അഷ്ടപതി, കഥകളി സംഗീതം, പിന്നെ അക്ഷരശ്ലോകം, നെറ്റിപ്പട്ടം, തെടമ്പ് അതൊക്കെ ഉണ്ടാക്കും. ഓ എന്റെ അമ്മ. അല്ല, എനിക്കൊരൊറ്റ ചോദ്യവും, ആ സർ, എന്ത് ചെയ്യത്തില്ല അത് പറയുന്ന അത് എളുപ്പം തോന്നുന്നു. ഈ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം പഠിക്കുമ്പോൾ അടുത്ത ഐറ്റം അടുത്ത വർഷത്തേക്ക് വേണം എന്നൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഓരോ ഐറ്റംസും കൂടുതൽ പഠിക്കാനായിട്ട് തോന്നിയത്. പിന്നെ ഈ കൊറോണ ടൈമിലാണ് വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ചാണ് നെറ്റിപ്പട്ടം, തെടമ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ്. അല്ല, നമ്മുടെ മക്കളൊക്കെ ഇത് ആക്ച്വലി കണ്ട് പഠിക്കേണ്ടതാണ്. ഇത്രയും ഇൻസ്പയറിംഗ് ആണ്. നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ആക്ച്വലി ഇത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു. കുറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. കൺമണി, സിനിമാ പാട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം പാടിത്തരുമോ? കൺമണി അൻപോട്. അൻപോട്. ഞാൻ കൂടുതലും ക്ലാസിക്കൽ പാടുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു വോയിസും ആ ഒരു സ്റ്റൈലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ 4 വരി നിങ്ങൾക്ക് വേണ്ടി. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും വേണ്ടി. അതെ. ഓക്കെ, അപ്പൊ കൺമണി നമുക്ക് വേണ്ടി ഒരു സിനിമാ പാട്ട് പാടാം. ഏത് പാട്ടാ കൺമണി? ഓലഞ്ഞാലിക്കുരുവി. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഗോപിച്ചേട്ടൻ്റെ അനൂഫേട്ടാ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി കണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയോ നനയും ഞാനാദ്യമായി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴി
സൂപ്പർ. താങ്ക് യു കൺമണി. സൂപ്പർ സ്റ്റാറിൽ വന്നതിലും പാട്ടുകളൊക്കെ പാടി തന്നതിലും ഒരുപാട് 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 സന്തോഷം. താങ്ക് യു. അപ്പൊ ഒരു കാര്യം പറയും, ഇനി പഠിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങളില്ലേ, അതൊക്കെ സമയം കിട്ടുമ്പോ ഇനി പഠിക്കുക. ഇനി പഠിച്ചത് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെ പഠിക്കുക. ഇനിയും കീപ് ഇൻസ്പയറിങ്. ഇനിയും 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 ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തോണ്ടേ ഇരിക്കുക. ഇതൊക്കെ കേട്ട് തന്നെ എനിക്ക് പനിയായി ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ട്. നിങ്ങൾ keep it up. കുറേ സന്തോഷം കേട്ടോ കണ്ടതിൽ. ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു. Ni pa ma ga sa sa